ഹായ് ഹലോ നമസ്കാരം. സജീന വ്ലോഗ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ഈ ചാനലും ഈ വീഡിയോയും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. മാത്രമല്ല ഫേസ്ബുക്ക് പേജിലാണ് ഇത് കാണുന്നതെങ്കിൽ ആ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും എന്ത് നിർദ്ദേശങ്ങളുണ്ടെങ്കിലും കമൻറ്റുകളായിട്ട് നിങ്ങൾക്കതിൽ രേഖപ്പെടുത്താം. ഓക്കെ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് നാളുകൊണ്ട് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്ന വീഡിയോ തന്നെ, റിയാക്ഷൻ വീഡിയോ തന്നെയാണ് കേട്ടോ. വേറെ ആർക്കുമല്ല, നമ്മുടെ അതുൽ ചേട്ടനുള്ളതാണ്. അപ്പോൾ അതിന് പറ്റിയൊരു കണ്ടന്റ് എനിക്ക് കിട്ടി. അതുകൊണ്ട് ആ ഒരു വീഡിയോയ്ക്ക് ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ആദ്യം മുതൽ നമുക്ക് അങ്ങോട്ട് തുടങ്ങാം. ആദ്യം ഈ ഒരു ചെറിയൊരു ഭാഗം നമുക്ക് കേട്ടുവെക്കാം. കുറച്ചധികം വിഷയങ്ങൾ ഈ വീഡിയോ സംസാരിക്കാനായിട്ടുണ്ട്. പ്രത്യേകിച്ച് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് രേണുസുധിയുടെ കേസും അതുപോലെ ഒന്ന് രണ ഫാത്തിമയുടെ കേസാണ്. അതെ, ചേട്ടൻ രണ്ട് കാര്യമല്ല, ഒരു 100 കാര്യം പറയാൻ വന്നാലും അതിനകത്ത് രേണു സുധി ഇല്ലെങ്കിൽ ചേട്ടന് റീച്ച് ഇല്ല. അത് നമുക്കറിയാം. ആ ബാക്കി കാര്യം പറയട്ടെ, എന്താ നോക്കട്ടെ. +1 പഠിക്കുമ്പോഴാണ് ഞാൻ റിലേഷനിലായത്. ഫാത്തിമയുടെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ എനിക്ക് ഒരിക്കലും അംഗീകരിക്കാനും അക്സെപ്റ്റ് ചെയ്യാനും പറ്റത്തില്ല. അത് പറ്റത്തില്ല എന്ന് എന്തുകൊണ്ട് ഞാൻ ഇത്രയും ഉറപ്പിച്ചു പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വളർന്നു വരുന്ന തലമുറയെ അടക്കം ബാധിക്കുന്ന ഒരു ബാഡ് ഇൻഫ്ലുവൻസ് ആണ് രണ ഫാത്തിമ ഈ സൊസൈറ്റിയിലേക്ക് നൽകുന്നത്. അയ്യോ, ചേട്ടന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഇവിടെ ആരെങ്കിലും ചോദിച്ചോ? മാത്രമല്ല ഇത് ആരായി പറയുന്നത്? ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് ചേട്ടൻ അക്സെപ്റ്റ് ചെയ്യണ്ട. മാത്രമല്ല ചേട്ടൻ എന്താണ് ഈ സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ്? സമൂഹത്തിന് വേണ്ടി എന്ത് നന്മയാണ് ചേട്ടന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്? അതും കൂടെ ഒന്ന് വ്യക്തമാക്കി തന്നാൽ വളരെ ഉപകാരമായിരിക്കും. ഓക്കെ. എന്ന് പറഞ്ഞാൽ ചേട്ടൻ എന്ന് പറഞ്ഞാൽ വളർന്നു വരുന്ന തലമുറയ്ക്ക് അത് വളർന്ന തലമുറയ്ക്ക് നന്മകൾ വഴികാട്ടി ആയ ഒരു ഇൻഫ്ലുവൻസർ ആണല്ലോ. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ചേട്ടൻ അങ്ങനെ പറയണ്ട. ചേട്ടൻ അങ്ങ് ഭയങ്കര ഏതാണ്ട് വലിയ ആളാണ്, ചേട്ടൻ ചെയ്യുന്ന എല്ലാം ശരിയാണ് എന്നൊരു ധാരണയുണ്ടോ? ഒരിക്കലും ഇല്ല. ചേട്ടൻ ഒരു മനുഷ്യർക്ക് ഈ സമൂഹത്തിന് യാതൊരു നല്ല മെസ്സേജും അല്ല ചേട്ടൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കൈ മുട്ടില്ലാത്തവൻ എന്തിനു തട്ടിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. അതായത് രേണുസുധി ചെയ്യുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉള്ള 71 ക്യാമറയിൽ ഓടി നടന്നിട്ട് എല്ലാത്തിലും പെട്ട് സുധിച്ചിട്ടോ ഞാനിവിടെ ഒറ്റയ്ക്കണ്ണിട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നാട്ടുകാരുടെ മുന്നിലേക്ക് കുറെ സാധനങ്ങൾ ഇട്ട് കൊടുത്തോണ്ടിരിക്കുന്നു എന്നാണ് സരിക ഇവിടെ പറയുന്നത്. ഈ ഒരു കാര്യത്തിൽ സരികയോടൊപ്പമാണ് ഞാൻ. ചേട്ടൻ നിന്നോ ചേട്ടാ സരിയുടെ ഒപ്പം നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര വിഷമോ. അയ്യോ അങ്ങനെ പറയരുത്, സരിയുടെ ഒപ്പം നിൽക്കല്ലേ ചേട്ടാ. അയ്യാ, തന്നെ പോലുള്ളവരൊക്കെ അവളുമാർക്കൊക്കെ സപ്പോർട്ടായിട്ട് നിൽക്കത്തുള്ളൂ. കാരണം രേണുവിനെ ഒന്ന് കുറ്റം പറഞ്ഞാൽ അവരാണല്ലോ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവൾ. അപ്പോൾ ഈ പറയുന്ന സരിക കലാഭവൻ എന്തുമാത്രം കണ്ടന്റ് ആണോ എന്തോ ആ ബിഗ് ബോസിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തൊരു ആക്റ്റീവാണ്, എന്തൊരു കണ്ടന്റാണ് വാരി വിതറിക്കൊണ്ടിരിക്കുന്നത്. തനിക്ക് നാണമില്ലടോ? അവർ ചെയ്യുന്ന അതേ കണക്കന്നെ ഇവളും ചെയ്യുന്നത്, ഇവളെ ചെയ്യുന്ന അതേ കണക്കന്നെ അവളും ചെയ്യുന്നത്. അപ്പം രേണുസുധി ആയതുകൊണ്ട് അത് കുറ്റം, സരിക ആയതുകൊണ്ട് അത് കുറ്റമല്ല. അവൾ പറഞ്ഞതെല്ലാം കറക്റ്റ്, അവളുടെ കൂടെ സപ്പോർട്ട്. അവൾ എന്ത് കണ്ടന്റാണ് കൊടുക്കുന്നത്? ഈ സരിക എന്ന് പറയുന്ന സരിക കലാഭവൻ എന്ന് പറയുന്നത് എന്ത് കണ്ടന്റ് അവിടെ കൊടുക്കുന്നത്? കൊതിയും ഞണയും കൂട്ടിത്തല്ലിപ്പും. രേണുവിൻ്റെ അടുത്തിരുന്ന് സ്നേഹമായിട്ട് സംസാരിച്ചിട്ട് തൊട്ടിപ്പുറത്തോട്ട് മാറി വന്നിട്ട് വേറെ പണി ചെയ്യുക. അതല്ലേ അവിടെ ചെയ്യുന്നത്. രേണുവിന് ഇപ്പോൾ മനസ്സില്ല, അങ്ങനെയുള്ള കണ്ടന്റ് അവൾക്ക് കൊടുക്കാൻ താല്പര്യമില്ല. അവൾ എലിമിനേഷനായി അവൾ പുറത്തു വരുന്നെങ്കിൽ വന്നോട്ടെ, നോ പ്രോബ്ലം. അവളെ കൊണ്ട് പറ്റുന്ന കണക്കും അവളായിട്ട് മാത്രമാണ് ബിഗ് ബോസിനകത്ത് നിൽക്കുന്നത്. അപ്പോൾ അവിടെയുള്ള ഒരുത്തരുടെ സപ്പോർട്ട് അവൾക്ക് വേണ്ട. അവൾക്ക് ഒരു എലിമിനേഷൻ വന്നു കഴിഞ്ഞാൽ പുറത്ത് ഞങ്ങളുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നോക്കിയാൽ മതി. ഓക്കെ. അപ്പോൾ നീ അങ്ങ് ശാരികയുടെ കൂടെ അങ്ങ് ഇരുന്നോ, നോ പ്രോബ്ലം. ഞങ്ങൾക്ക് നിന്റെ കൂട്ട് വേണ്ട. ശാരിക എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിനകത്ത് ഡെയിലി കണ്ടന്റ് വാരി വിതറുന്ന ഒരു വ്യക്തിയല്ലേ. അപ്പോൾ പിന്നെ അവിടെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഭയങ്കര മോശമാകും. ഇത് ഇരട്ടത്താപ്പ് നയം, അങ്ങനെ കാണിക്കല്ലേ. ആര് തെറ്റ് ചെയ്താലും തെറ്റ് തന്നെയാണ്. രേണുസുധി ഇച്ചിരി ആക്റ്റീവ് ആവുന്നുണ്ട്, അവൾ ആക്റ്റീവ് അല്ല, അത് ഞങ്ങൾക്കും അറിയാം. അത് ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെക്കാട്ടി മോശം ഒരുത്തി കൊതിയും ഞൊണയും പറഞ്ഞ് അടിയും തല്ലും കൂട്ടുവഴക്കും ഉണ്ടാക്കി ഒരു കണ്ടന്റും ഇല്ലാതെ അങ്ങനെ ചുമ്മാ സേഫ് സോണിൽ നടക്കുന്ന ഒരുത്തി താരതമ്യം ചെയ്താൽ അത് അക്സെപ്റ്റ് ചെയ്ത് തരാൻ വളരെ 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 ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ഉണ്ട് നോക്കാം. ഇതിനകത്ത് രേണുസുധി ഉണ്ടോന്ന് പോലെ എന്റെ അടുത്ത് പലരും മെസ്സേജ് അയച്ചത്. സത്യം, സീരിയസ്ലി ചുമ്മാ അറിയുന്നല്ല. ചേട്ടാ, പിന്നെ ചേട്ടൻ ആരാന്ന് വിചാരിച്ചാ? രേണുസുധിയുടെ അപ്പനാണ് തങ്കച്ചൻ. ആ തങ്കച്ചനോട് പോലും ആരും ചോദിക്കില്ല. രേണുസുധി ഉണ്ടെന്ന് തൻ്റെ അടുത്ത് മാത്രമേ ചോദിക്കൂ എന്ന് പറഞ്ഞാൽ താനാണല്ലോ അവളെ കൊണ്ട് ജീവിക്കുന്നത്. അപ്പോൾ തന്നോടല്ലേ അവളെ കാര്യങ്ങൾ ചോദിക്കാൻ പറ്റൂ. അത് സത്യമാണ്. ആ പറഞ്ഞ സത്യമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി കേട്ടോ. അത് ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നു. ഉള്ള കാര്യം പറയില്ല, സത്യം പറഞ്ഞാൽ നമ്മളത് അക്സെപ്റ്റ് ചെയ്യും കേട്ടോ. ടീം ആകെ മൊത്തം വെള്ളത്തിലായ അവസ്ഥയാണ്. എന്തെങ്കിലുമൊക്കെ ചെയ്താലല്ലേ അവർക്ക് ബൂസ്റ്റപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്തെങ്കിലും ഒരു മരുന്നിനെങ്കിലും ഒരു തേങ്ങയും ചെയ്യാത്ത ഒരാളെ എങ്ങനെ ബൂസ്റ്റപ്പ്? PR ടീം വളരെ രോദന അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് സുഹൃത്തുക്കളെ. എൻ്റെ പൊന്നെ, PR വർക്കിന് ഒരു ജോലിയും ഇല്ല, വേണ്ട. PR വർക്കിൻ്റെ ജോലി എന്താണ്? എലിമിനേഷനിൽ വരുമ്പോൾ അവർക്ക് സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിക്കുക. അല്ലാതെ PR വർക്കിന് അതിനകത്ത് കയറിക്കിടന്ന് കളിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ പിന്നെ എങ്ങനെ PR വർക്ക് നിരാശപ്പെട്ടിരിക്കുന്നത്? ഒരു നിരാശയുടെ ആവശ്യം PR വർക്കിനില്ല. അപ്പോൾ ചേട്ടന് അവൾ അതിനകത്തുള്ളത് കൊണ്ട് ബുദ്ധിമുട്ടാണ്, ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് പറ. നിങ്ങൾക്ക് വലിയ കണ്ടന്റ് ഒന്നും കിട്ടുന്നില്ല. ഇപ്പോൾ രേണുസുധിയുടേത് ഇട്ട് വിളമ്പി കട്ടയ്ക്ക് കൊണ്ട് എണ്ണി മേടിക്കാൻ പറ്റുന്നില്ല. അത് പറ ചേട്ടാ. PR വർക്കിന് ഒരു കുഴപ്പമില്ല. അവൾ എലിമിനേഷന് വരുമ്പോൾ നോക്കിയാൽ മതി.
PR വർക്ക് എന്ന് പറഞ്ഞ് അവൾ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എലിമിനേഷൻ വരുമ്പോൾ നോക്കിയാൽ മതി. പിന്നെ ഞങ്ങളെപ്പോലുള്ള നല്ല കട്ട തിക്ക് ഫ്രണ്ട്സും പുറത്തുണ്ട്. ഞങ്ങളെ കൊണ്ട് കഴിയുന്നതിൻ്റെ പരമാവധി ഞങ്ങൾ രേണു സുധിയെ സപ്പോർട്ട് ചെയ്യും. PR വർക്ക് ഇരുന്ന് കരയുന്നെങ്കിൽ നീ ടൗൽ എടുത്തുകൊണ്ട് ചെന്ന് അവിടെ കണ്ണൊന്ന് തുടച്ചു കൊടുക്കും. ഓക്കെ? അല്ലാതെ തനിക്ക് പുതിയ കണ്ടന്റ് ഒന്നും കിട്ടാത്തതുകൊണ്ടൊന്നും അല്ല. താനൊന്ന് തിരിഞ്ഞ് ഇച്ചിരി ഒന്ന് കണ്ണീര് തുടക്കിടോ. തന്നെ ഒന്ന് പൊട്ടിക്കരഞ്ഞൂടെ തനിക്ക് പുതിയ കണ്ടന്റ് ഒന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഒന്ന് ഉറക്കെ കരയൂ. നീ ഒന്ന് ഉറക്കെ കര. PR വർക്കിന് കരയേണ്ട ആവശ്യമില്ല കേട്ടാ. തനിക്കത് മനസ്സിലാവാത്തത് കൊണ്ടാണ്. PR വർക്ക് എന്ന് പറയുമ്പോൾ അവൾ സേഫ് സോണിലാക്കുക എന്നുള്ളതാണ്. അവളിപ്പോൾ സേഫ് സോണിലാണ്. അവൾ എലിമിനേഷൻ വന്നിട്ടില്ല. എലിമിനേഷന് വരുമ്പോൾ ഞങ്ങളെ കൊണ്ടുള്ള സപ്പോർട്ട് ഞങ്ങൾ കൊടുക്കും. എന്നിട്ട് അവൾ എലിമിനേഷൻ ആവുന്നെങ്കിൽ ആയിക്കോട്ടെ. ഇപ്പോൾ ഒരാൾക്കല്ലേ അത് വിജയിക്കാൻ പറ്റൂ. നീ പോകുന്ന എല്ലാവർക്കും വിജയിക്കാൻ പറ്റത്തില്ലല്ലോ. ആ പോയത് തന്നെ ഞങ്ങളെ വിജയമാണ്. അതുകൊണ്ട് നീ കുറച്ചങ്ങ് അടങ്ങ്. സുധിയേട്ടാന്ന് വിളിച്ചുകൊണ്ടാണ് അതിന്റെ അകത്തോട്ട് കയറി വന്നത്. എന്നാൽ സുധി എത്രത്തോളം ജീവിച്ചിരുന്ന സമയത്ത് സ്നേഹിച്ചിരുന്നു എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാതെ. എനിക്ക് ഇപ്പോഴെങ്കിലും തനിക്ക് മനസ്സിലായല്ലോ താൻ ആരാണെന്ന് തനിക്ക് അറിഞ്ഞുകൂടെങ്കിൽ താൻ എന്നോട് ചോദിക്കടോ താൻ ആരാണെന്ന്. അപ്പൊ ഈ ഒരു പറഞ്ഞ വാക്കിൽ തന്നെ തനിക്ക് മനസ്സിലായല്ലോ രേണു സുധി ഭർത്താവിനെ എത്രമാത്രം സ്നേഹിച്ചിട്ടുണ്ടെന്ന് തനിക്കറിയാമെന്ന്. അപ്പോൾ അവർ രണ്ടുപേരുടെയും നടുക്ക് താനായിരുന്നു ചെന്ന് കിടന്നുകൊണ്ടിരുന്നത്. അതാ പറഞ്ഞത്, കണ്ടവന്റെ ബെഡ്റൂമിലും കണ്ടവന്റെ അടുക്കളയിലും കണ്ടവന്റെ ലൈഫിലും എത്തി നോക്കി ജീവിച്ചു പോയ തനിക്ക് അറിയാതെ തൻ്റെ തൊഴിൽ പുറത്തോട്ട് വരും വാക്കുകളായിട്ട്. ആ വന്നതാണ് ഇപ്പം താൻ ഈ പറഞ്ഞത്. സുധിച്ചേട്ടനെ അവളെ സ്നേഹിച്ചു ജീവിച്ചിരുന്നപ്പോൾ എന്തോ ചെയ്യുന്നത് നമുക്കറിയാം. എന്താ അറിയാൻ അവരും തനിക്ക് സുധി എന്ന് പറഞ്ഞാൽ താൻ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഇവിടെ ലൈഫ് എന്താണെന്ന് തനിക്കറിയാമോ? ഈ രേണു എന്ന് പറയുന്ന വ്യക്തി സുധിച്ചേട്ടൻ മരിച്ചതിന് ശേഷം ഈ ഫീൽഡിൽ വന്നതിന് ശേഷമല്ലേ താനൊക്കെ അറിയുന്നത്. പിന്നെ എന്തുണ്ടേ എനിക്കറിയാവുന്നത്? എന്തൊരു നല്ല മഹത്തരം, എന്തൊരു നല്ല മഹത് വ്യക്തി. മറ്റുള്ള സോഷ്യൽ സമൂഹത്തിന് കൊടുക്കുന്ന എന്തൊരു നല്ല മെസ്സേജ്. കണ്ടവന്റെ അടുക്കള എത്തി നോക്കി തിന്ന് ജീവിക്കാൻ പോടെ എന്നീറ്റ്. കാരണം ഇത് തന്നെയാണ് അവളവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ ക്യാമറയിൽ പോയിട്ട് മക്കളുടെ പേരും പറഞ്ഞ് അതുപോലെ സുധിച്ചേട്ടനെ വെച്ച് മുതലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ഈ സുധി എന്ന് പറയുന്ന ആരാ? രേണുവിന്റെ ഭർത്താവ്. കിച്ചു എന്ന് പറയുന്നത്, മൃതപ്പൻ എന്ന് പറയുന്നത് ആരാ? അവളുടെ മക്കള്. അപ്പോ അവരെ വിറ്റല്ലേ അവള് ജീവിക്കുന്നത്. അതിന് തനിക്കെന്താ? പക്ഷെ താൻ എന്ത് പണി കാണിക്കുന്നത്? ഈ രേണുവിന്റെ കുടുംബത്തിനെ മൊത്തം വിറ്റല്ലേ താൻ ജീവിച്ചോണ്ടിരിക്കുന്നത്. എടാ, അവളെ കുടുംബം, അവളുടെ ഭർത്താവ്, അവളുടെ മക്കളെ വിറ്റ് അവൾ ജീവിക്കുന്നെങ്കിൽ അതിന് അന്തസ്സും അഭിമാനവും ആഭിജാത്യമുണ്ട്. താൻ അവളുടെ കുടുംബത്തിനെ മുഴുവനും വിറ്റ് താൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പിന്നെ തനിക്കത് പറയാനുള്ള എന്ത് യോഗ്യതയുണ്ട്? തെറ്റ് പറഞ്ഞാൽ അത് ചൂണ്ടിക്കാണിക്കും. താൻ അത് അക്സെപ്റ്റ് ചെയ്യണം. അത് പറയാനുള്ള ഒരു യോഗ്യത തനിക്കില്ല. ഓക്കെ? എത്ര ഓൺലൈൻ മീഡിയാസ് ഹൈപ്പ് കൊടുത്ത് കയറ്റിവിട്ട് അതിന്റെ ഇടയിൽ കൂടി നമ്മൾ റിയാക്ട് ചെയ്ത് വേറെ ഹൈപ്പും കൂടി കയറ്റി കൊടുത്ത് അവസാനം അതിന്റെ അകത്ത് പോയി കയറി ബിഗ് ബോസിന്റെ അകത്ത്. അവിടെ പോയി നன்றി ചേട്ടാ, നன்றി. നിന്റെ മൂഞ്ചി കയ്യെടുത്ത് കുമ്പിടുവേൻ. നിന്റെ മൂഞ്ചി കണ്ടാൽ ഞങ്ങൾ കയ്യെടുത്ത് കുമ്പിടുവേൻ. നീങ്കത്താൻ ഹൈപ്പ് പണി രേണു സുധിയെ ബിഗ് ബോസിൽ അണപ്പിട്ടേ. താങ്ക് യു അണ്ണായി, താങ്ക് യു അണ്ണാക്കിയായി. അയ്യോ, നീ ഹൈപ്പ് കൊടുത്തില്ലായിരുന്നെങ്കിൽ, നീ വ്ളോഗ് ചെയ്തില്ലായിരുന്നെങ്കിൽ രേണു സുധി ബിഗ് ബോസിൽ പോയില്ലായിരുന്നു. എന്ത് സ്വയം ഇങ്ങനെ ഒന്നും ഇല്ല പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല ചേട്ടാ. നன்றി പറഞ്ഞിട്ട് ഇനി പുറത്തിറങ്ങിയിട്ടാണ് ഇന്റർവ്യൂകൾ നിർത്തി കൊടുക്കാൻ. അതിനുവേണ്ടി വെയിറ്റിംഗ് ആണ്. അവിടെയാണ് ഇനി അടുത്ത് നമ്മുടെ ഗെയിം പ്ലേ സ്റ്റാർട്ട് ആവുന്നത്. രേണു സുധി അകത്തുണ്ടെങ്കിൽ ഗെയിം ഒന്നും ഇല്ലടേ. പുറത്തിറങ്ങിയാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ വിമർശിക്കാനുള്ള വകുപ്പ് ഇട്ട് തരത്തുള്ളൂ. കാരണം ഇനി അത് ശരിയാ. അകത്തുള്ളതുകൊണ്ട് അകത്ത് അവളൊന്നും ചെയ്യുന്നില്ല. അകത്തുള്ളത് കൊണ്ട് തനിക്കങ്ങ് ഒരു കണ്ടന്റും കിട്ടുന്നില്ല. അവൾ പുറത്തു വന്നാലേ തനിക്കൊക്കെ കണ്ടന്റ് ഉണ്ടാക്കി ജീവിക്കാൻ പറ്റൂ എന്ന് പറ. ഇപ്പൊ മനസ്സിലായില്ല രേണുവിന്റെ ഒരു മഹത്വരം. താൻ എന്ന് ശരിക്കൊക്കെ പ്രാർത്ഥനയും പൂജയും ഉണ്ടോ, ദൈവവിശ്വാസം ഉണ്ടോ എന്നൊക്കെ ആക്കറിയാം. എങ്കിലും കിടക്കുമ്പോഴെങ്കിലും മനസ്സിലൊന്ന് ധ്യാനിച്ച ആരെയാ രേണു സുധിയെ. നമ്മളുടെ ജീവിതം, ഈ വീടിന്റെ ഐശ്വര്യം, അതായത് അരി വാങ്ങിക്കാനുള്ള കണ്ടന്റ് തരുന്ന രേണു സുധിയാണ് ഈ വീടിന്റെ ഐശ്വര്യം എന്ന് പറഞ്ഞൊരു ബോർഡ് എഴുതി വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അവൾ അകത്ത് നിൽക്കുന്നതുകൊണ്ട് തനിക്ക് കണ്ടന്റ് ഒന്നും കിട്ടുന്നില്ല. അവൾ പുറത്ത് വന്നാലേ തനിക്ക് ജീവിക്കാനുള്ള കണ്ടന്റ് കിട്ടൂ. തുറന്നു പറഞ്ഞല്ലോ, സന്തോഷം. ഫാത്തിമ തന്റെ ലൈഫ് സ്റ്റോറി പറയുന്ന സമയത്ത് തന്റെ +1 ഉണ്ടായിരുന്ന കാമുകൻ, അതായത് +1 വെച്ച് തന്നെ താൻ റിലേഷൻഷിപ്പിലായ കഥയും പറഞ്ഞിരുന്ന് കരയുന്നുണ്ട്. ഞാൻ ഒരൊറ്റ കാര്യം പറയാൻ ഉളുപ്പുണ്ടോ? സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് 10 ആൾ കാണുന്ന സ്ഥലമാണ്. അവിടെ നമ്മൾ കൊടുക്കേണ്ടത് അത്യാവശ്യം ക്വാളിറ്റിയുള്ള മെസ്സേജ് ആയിരിക്കണം. എന്റെ പൊന്നെ, എനിക്ക് വയ്യ. ചിരി ചൂപ്പാട് വരും. എന്റെ പോലെ എനിക്ക് ചിരിക്കാൻ വയ്യേ. എന്തുവാ ഓഡിയൻസ്, എന്റെ ഫ്രണ്ട്സ് വീഡിയോ കാണാൻ നിങ്ങൾ എന്താണ് മിണ്ടാതിരിക്കുന്നത്? ഒന്ന് ചിരിക്കൂ. ഒന്ന് ചിരിച്ച് എന്റെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യൂ. പ്ലീസ് ഒന്ന് ചിരിക്കൂന്നേ, ഒന്ന് ചിരിക്കൂ. അപ്പോൾ സോഷ്യൽ മീഡിയ എന്ന പ്ലാറ്റ്ഫോം 10 ആൾക്കാർ കാണുന്നതാണെന്നും അതിൽ മിനിമം ക്വാളിറ്റിയുള്ള കണ്ടന്റാണ് കൊടുക്കണമെന്നും ചേട്ടൻ അറിയാൻ വയ്യാഴികയല്ല. എന്നിട്ടാണോ ഈ ചപ്പുചവറ് കണ്ടന്റുകൾ വാരി വിതറുന്നത്? എന്ത് മെസ്സേജാണോ താൻ കൊടുക്കുന്നത് സമൂഹത്തിന്? എന്ത് ക്വാളിറ്റി ഉണ്ട് തൻ്റെ വീഡിയോയ്ക്ക്? തൻ്റെ വീഡിയോയുടെ താഴെ വരുന്ന കമന്റുകൾ താൻ വായിക്കാറുണ്ടോ? എനിക്കറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുക, എന്ത് ക്വാളിറ്റി ഉണ്ട് തൻ്റെ മെസ്സേജിന്? താൻ ഇടുന്ന വീഡിയോയിലുള്ള മെസ്സേജ് എന്താണ് ക്വാളിറ്റി ആയിട്ട് കൊടുക്കുന്നത്? വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് താൻ എന്താണ് കൊടുക്കുന്നത്? അല്ലെങ്കിൽ മുതിർന്നവർക്ക് എന്താണ് കൊടുക്കുന്നത്? കണ്ടവന്റെ വീട്ടിന്റെ അടുക്കളയിൽ ചെന്ന് എത്തി നോക്കി അവിടെ നിന്ന് കണ്ടന്റ് ഉണ്ടാക്കി ജീവിക്കൂ എന്നാണോ കൊടുക്കുന്ന മെസ്സേജ്? അതല്ല ഒരു കുടുംബത്തിനെ മുഴുവൻ നാമാവിശേഷമാക്കി അവരുടെ നെഞ്ചത്ത് ചവിട്ടി നിന്ന് വീട്ടിൽ അരി മേടിച്ച് വീട്ടുകാരെ പോറ്റുക എന്നാണോ കൊടുക്കുന്ന മെസ്സേജ്? നന്മയും സത്യവും എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതും കൂടി ചേർത്ത് താൻ കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് അപ്പോൾ കുറച്ച് നന്മയും കുറച്ച് ക്വാളിറ്റിയൊക്കെ അതിനകത്ത് വരും.
ഓക്കെ. ഇപ്പൊ താനിടുന്ന ഒരു വീഡിയോയ്ക്കും ഒരു ക്വാളിറ്റിയും ഇല്ല, ഒരു ഉണ്ടയും ഇല്ല, ഒരു മാങ്ങാത്തരിയും ഇല്ല. കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു അറപ്പും വെറുപ്പോടും കൂടിയല്ല തൻ്റെ വീഡിയോ കാണത്തില്ല. പിന്നെ ചില ആൾക്കാർ കാണും, ദേ അച്ഛൻ്റെ പാവാട വള്ളികൾ നമ്മളെപ്പോലുള്ള കുറേ ആൾക്കാർ കാണും തനിക്ക് സപ്പോർട്ടായിട്ട് പറയാൻ കേട്ടോ. +1 പ്രേമിച്ച് നടന്ന കഥ എന്തോ അഭിമാനപൂർവ്വം വന്നിരുന്ന് പറയുന്നത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കാണുന്ന കുട്ടികളടക്കം റീന ഫാത്തിമ ചേച്ചി +1 ലൈൻ അടിച്ചു തുടങ്ങി, പിള്ളേരൊക്കെ വളച്ചു തുടങ്ങി, പ്രേമിച്ചു തുടങ്ങി എന്നുള്ളൊരു മെസ്സേജ് ആണ് നീ കൊടുക്കുന്നത്. പിന്നെ ഈ കാലഘട്ടത്തിലുള്ള പിള്ളേർക്ക് റീന ഫാത്തിമയെ കണ്ടു വേണമല്ലോ പഠിക്കാൻ. റീന ഫാത്തിമ എന്ന് പറഞ്ഞ വ്യക്തി ഇപ്പോൾ വന്ന് കൊടുത്ത സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിലേ ബാക്കിയുള്ള കുഞ്ഞുങ്ങൾക്കും ബാക്കിയുള്ള പിള്ളേർക്കും ഒക്കെ അറിയാവൂ പ്രേമം എന്നാൽ എന്താണെന്നൊക്കെ, പ്രേമിക്കുന്നത് എന്താണെന്നൊക്കെ. ഈ റീന ഫാത്തിമയുടെ ഈ സ്റ്റേറ്റ്മെന്റ് കിട്ടിയിട്ട് ഇനി വേണം കുട്ടികൾ വഴിയാധാരാവാനും നശിക്കാനും. അപ്പൊ ഈ യുഗത്തിലൊന്നും അല്ലേ ചേട്ടൻ ജീവിക്കുന്നത്? ഇതിന് മുന്നേ എന്തെല്ലാം സംഭവങ്ങൾ നടന്നിരിക്കുന്നത്. റീന ഫാത്തിമ ഇന്നലെയല്ലേ ബിഗ് ബോസിൽ അത് പറഞ്ഞു, ആൾ ആ സ്റ്റേറ്റ്മെന്റ് കൊടുത്തവൾ ഇന്ന ആളെ പ്രേമിക്കുന്നു എന്നുള്ളത്. ഇതിന് മുമ്പ് ഈ 15, 14, 13 വയസ്സുള്ള കൊച്ചുങ്ങൾ ഒളിച്ചോടി പോകുന്നതിനൊന്നും പ്രതികരിക്കേണ്ടായിരുന്നു തനിക്ക്? അതിനൊന്നും പ്രതികരിക്കേണ്ടായിരുന്ന? അവൾ ഒരാളെ സ്നേഹിച്ച ആ സ്റ്റേറ്റ്മെന്റ് അവൾ അവിടെ പറഞ്ഞു. അതിപ്പോൾ എന്താ കുഴപ്പം? ഇത് കേട്ടിട്ട് ആ ബാക്കിയുള്ള പിള്ളേർ നശിക്കുമെന്ന് പറയുന്നതിനകത്ത് യാതൊരുവിധ ലോജിക്കില്ല. അപ്പോൾ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, റീന ഫാത്തിമ +1 പഠിക്കുമ്പോഴാണ് അവൾ പ്രേമിച്ചത്. അപ്പോൾ ആ കുട്ടി ആരുടെ ഇൻസ്പിറേഷനിലാണ് ആ പരിപാടി ചെയ്തത്? അതൊന്ന് പറഞ്ഞാൽ. അല്ല, ഒരാൾ പറഞ്ഞു കൊടുത്തിട്ടാണ് അതേപോലെ ചെയ്യുന്നതെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ റീന ഫാത്തിമയ്ക്ക് മാത്രം ആരും പറഞ്ഞു കൊടുക്കണ്ടായിരുന്നു, അവർക്ക് ചുമ്മാ ചെയ്യാൻ തോന്നി, അങ്ങ് പ്രേമിച്ച്. അപ്പോൾ അവർക്ക് ഒരു ഇൻസ്പിറേഷൻ ആരും കൊടുത്തിട്ടില്ല. താൻ ആദ്യം പോയി കുത്തിയിരുന്ന് അവർക്ക് ഇൻസ്പിറേഷൻ കൊടുത്തത് ആരൊക്കെയാണെന്നൊന്ന് കണ്ടുപിടിക്കും. അപ്പോൾ കണ്ടുപിടിക്കാൻ നിന്നാൽ ചിലപ്പോൾ പഴയ യുഗം കുറേ കാലഘട്ടത്തിനപ്പുറത്തുള്ള കണ്ടന്റുകൾ കിട്ടും. അതെടുത്ത് വെച്ച് കിച്ച്. ഓക്കെ. ഒരു മാന്യൻ വന്നിരിക്കുന്നു. അയ്യോ, സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് ഒന്നും പറയണ്ട. ഞാൻ +1 പഠിക്കുമ്പോഴാണ് ഞാൻ റിലേഷനിലായത്. അതായത് +1 പഠിക്കുമ്പോഴാണ് താൻ റിലേഷനിലായതെന്നാണ് ഇവിടെ റീന ഫാത്തിമ പറയുന്നത്. അതായത് അൺറേജ് ആയിരുന്ന സമയത്താണ് റിലേഷൻഷിപ്പിലായിട്ടുള്ളത്. അങ്ങനെ ഒരു റിലേഷൻഷിപ്പ്, അതും അൺറേജിൽ റിലേഷൻഷിപ്പിലായിരുന്നത് എന്തോ വലിയ അഭിമാനപൂർവ്വം പറയുമ്പോൾ നിങ്ങൾക്ക് യോജിക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ്. ഓക്കെ. അണ്ടർ ഏജ് എന്ന് പറയുന്നത് ഒരു 16, 17 വയസ്സ്, അതായത് 18 വയസ്സിന് മുന്നേ 16, 17 വയസ്സ്. ആ വയസ്സിൽ പ്രേമിക്കുന്നത് കുറ്റം, തെറ്റ്, പെണ്ണായാലും ആണായാലും. അപ്പോൾ ചേട്ടൻ ഈ യുഗത്തിൽ ഈ കാലത്തിലൊന്നുമല്ലേ ജീവിക്കുന്നത്? ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, ചേട്ടൻ ഒന്ന് ഇറങ്ങുക, അതായത് ക്യാമറയും തൂക്കി ഒന്ന് ഇറങ്ങുക. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ പ്രദേശങ്ങളിലൊക്കെ ഒന്ന് പോയാൽ ചേട്ടന് കാണാൻ പറ്റും 14 വയസ്സ് വരെ ആവുന്ന കുഞ്ഞുങ്ങളുടെ വിവാഹം, അതായത് നിക്കാഹ് കഴിച്ചു കൊടുക്കുന്ന ഒരു സമ്പ്രദായം ചേട്ടന് കാണാൻ പറ്റും. 14 വയസ്സുള്ള ഒരു പെങ്കൊച്ചിനെ നിക്കാഹ് ചെയ്ത് കൊടുക്കാമെങ്കിൽ 19, 16 വയസ്സുള്ള ഒരു കുഞ്ഞിന് ഒരാളോട് ക്രഷ് തോന്നിയതിൽ എന്താണ് തെറ്റ്? ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, ചേട്ടൻ കോളേജിൽ അവിടെ പഠിക്കുമ്പോൾ ഒരു കുഞ്ഞുങ്ങളും തിരിഞ്ഞു നോക്കിയിട്ടില്ല അല്ലേ? സ്വഭാവം ഇതല്ലേ, ഇന്ന് എങ്ങനെ തിരിഞ്ഞു നോക്കും? അതുകൊണ്ടാണ് അത് മനസ്സിലാക്കാത്തത്. അപ്പം ഞാൻ ഈ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ പ്രേമിക്കുന്നതിനങ്ങ് സപ്പോർട്ട് ചെയ്യുമോ? കൊച്ചുങ്ങൾ അങ്ങനെ നമ്മൾ ഈ തള്ളയ്ക്കായാലും തന്തയ്ക്കായാലും കുഞ്ഞുങ്ങളെ ഉപദേശിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. അവരുടെ ഹോർമോൺ ചേഞ്ച് അനുസരിച്ച് അവർക്ക് അവരുടേതായ ഒരു പക്വത വന്നുകൊണ്ടേയിരിക്കും. ഇത് 14 വയസ്സിലാവാം, 16 വയസ്സിലാവാം, 17 ആവാം, 18 ആവാം, 19, ചിലർ 35, 36 വയസ്സ് വരെയും യാതൊരുവിധ വികാരമോ ഒരു സ്നേഹമോ ഒരു കല്യാണം ഒന്നും കഴിയാതെ ഇത്രയും ആൾക്കാർ ജീവിക്കുന്നു. അപ്പോൾ അത് അതാ ഈ പറഞ്ഞു വന്ന തന്തയ്ക്കും തള്ളയ്ക്കും ഒരു പരിധിയുണ്ട്. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ഒരു അഫയർ ഉണ്ടെന്ന് കരുതി അവരെ പിടിച്ചിട്ട് അടിക്കാനോ അവരെ നാട് കടത്താനോ ഒക്കെ ശ്രമിച്ചാൽ ആ കുഞ്ഞുങ്ങളെ നമുക്കങ്ങ് നഷ്ടവും. അവർ ചിന്തിച്ച് ചെയ്യട്ടെ. അവർക്ക് അവരും ഈ ലോകത്തല്ലേ ജീവിക്കുന്നത്. ബാക്കി ഇങ്ങനെ പോയിട്ടുള്ള പിള്ളേർക്ക് സംഭവിച്ചിട്ടുള്ള ദുരന്തങ്ങളും എല്ലാം ഇവരും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ലേ. അപ്പോൾ അവരുടെ വിധി അവർ തന്നെ തീരുമാനിക്കട്ടെ. നമുക്ക് ഈ തന്തയും തള്ളയും ഒരു തരത്തിലും ആർക്കും കുറ്റം പറയാൻ യാതൊരുവിധ അവകാശമില്ല. കാരണം അവർ സ്വയം തിരഞ്ഞെടുക്കുന്നതാണത്. നമ്മളതിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് നമ്മുടെ കുഞ്ഞായിരിക്കും നഷ്ടപ്പെട്ടു പോകുന്നത്. ഈ 13 വയസ്സുള്ള കുഞ്ഞ് ഒളിച്ചോടി പോകുന്നു, 12 വയസ്സുള്ള കൊച്ചിനെ ബലാത്സംഗം ചെയ്ത് കൊല്ലുന്നു, അത് സ്വന്തം അനിയൻ്റെയും അല്ലെങ്കിൽ സ്വന്തം അച്ഛൻ്റെയും ഗർഭിണിയാവുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഇതൊക്കെ ഈ ലോകത്ത് നടക്കുന്നതാണ്. ഇത് ഈ 16 വയസ്സുള്ള ഒരു കൊച്ചൊരാളെ സ്നേഹിച്ചെന്ന് പറയുന്നത് ഇത്ര വലിയൊരു ഭൂകമ്പമാണ്, വലിയൊരു സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ താനങ്ങ് ആ ഒരു കണ്ടന്റ് കിട്ടി താനങ്ങ് വെളുപ്പിച്ച് അങ്ങ് ഭയങ്കര ഒരു മഹാനാവാൻ നോക്കുക. നിയമം നീതി ഇത് കണ്ട് ഇൻസ്പിറേഷനായി ഒരു കുഞ്ഞെങ്കിലും വഴിതെറ്റി പോയാൽ അതിന് ഉത്തരവാദി നീയാണ്. അപ്പോൾ ഈ 16 വയസ്സുള്ള ഈ കൊച്ച് അങ്ങനെ ഒരു ഇൻസ്പിറേഷനിൽ വന്നത് ആരുടെ ഇത് കണ്ടിട്ടാ? അതും കൂടെ പറയണം. ഈ ഒരാൾ ചെയ്യുന്നത് കണ്ടിട്ട് ഒരാൾ ചെയ്യുമെങ്കിൽ ഈ കുഞ്ഞ് ഈ റീന ഫാത്തിമ എന്ന് പറയുന്ന ഈ വ്യക്തി ഒരാളെ 16 വയസ്സിൽ പ്രേമിച്ചത് ആരുടെ ഇൻസ്പിറേഷൻ മുഖേനയാണ്? അതും കൂടി ഒന്ന് താൻ പറഞ്ഞതാ. അതിനുത്തരവില്ലേ? അതിനുത്തരം കാണത്തില്ല അതിലേ. കാരണം ഈ സ്നേഹവും പ്രേമം ക്രഷ് ലവ് എന്നൊക്കെ പറയുന്നത് അതൊക്കെ അവരുടെ ഉള്ളിൽ നിന്ന് വരുന്ന വികാരങ്ങളാണ്. അത് നമ്മൾ ആരും കുത്തി നിറച്ചോ ഇഞ്ചക്ഷൻ വെച്ചെടുക്കുന്ന സംഗതികളല്ല. അപ്പോൾ അതുകൊണ്ട് അവൾ സ്നേഹിച്ച് അവൾ പക്കയായിട്ട് ഓഡിയൻസ് മുമ്പിൽ നിന്ന് തുറന്ന് പറയുന്നെങ്കിൽ അതൊക്കെ അറിയാവുന്ന കാര്യമായിരിക്കുമല്ലോ, വീട്ടുകാർക്കും അറിയാവുന്ന കാര്യമായിരിക്കുമല്ലോ. അപ്പോൾ അത് നല്ലതാണെന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ വിവാഹം നടത്തി കൊടുക്കും. അതിനൊന്നും യാതൊരുവിധ ഇതും ഞാൻ കാണുന്നില്ല. എന്ന് പറഞ്ഞ് 16 വയസ്സോ 14 വയസ്സുള്ള കൊച്ചുങ്ങളെ നിങ്ങൾ പ്രേമിച്ചോ എന്ന് ഞാൻ പറയുകയാണെന്നൊന്നും ആരും കരുതണ്ട. അങ്ങനെ ഇല്ലാത്ത കുഞ്ഞുങ്ങളും ഉണ്ട്. ആരെ നമുക്ക് എൻ്റെ സ്വന്തം മക്കളെ പോലെ എനിക്ക് 2 ആൺകുഞ്ഞുങ്ങളാണ്, എനിക്ക് അവരെ പിടിച്ചു വെക്കാനൊന്നും പറ്റത്തില്ല.
അവർക്കൊരു ഇഷ്ടം തോന്നി, അവർ ഇഷ്ടപ്പെട്ട ഇഷ്ടം തന്നെ. അത് പിന്നെ നമ്മളത് അറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ വിലക്കാനോ അടിക്കാനോ പിടിച്ചു കെട്ടിയിടാനോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് വൈരാഗ്യം വാശിയും കൂടും കഴിഞ്ഞിട്ടാണ് ഓരോ കുഞ്ഞുങ്ങൾ പോയി ഓരോ സംഭവങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഈ പക്വതയില്ലാത്ത പ്രായം താൻ പറയുന്നത് അണ്ടർ ഏജ് എന്ന് പറയുന്നത്. അപ്പോൾ പക്വതയില്ലാത്ത പ്രായത്തിൽ അത് തോന്നിയെങ്കിൽ പക്വത വരുമ്പോൾ അതിന് മനസ്സിലാവും ഇത് പക്വതയില്ലാത്ത സമയത്ത് എനിക്ക് തോന്നിയത് അത് വേണ്ടാന്ന് അവർക്ക് തന്നെ സ്വയം തോന്നും. അവർ തന്നെ അതിൽ നിന്ന് പിന്മാറും. അപ്പോൾ അതിനിടയ്ക്ക് തലവിധി, അതിനിടയ്ക്ക് വല്ല ധാരണകൾ സംഭവിക്കുന്നെങ്കിൽ അതും അവരുടെ തലവിധി, അവരായിട്ട് വിളിച്ചു വരുത്തി അവരായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഓരോ കാര്യങ്ങൾ. അപ്പോൾ അതിന് മാതാപിതാക്കളെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഈ കുഞ്ഞ് ആരുടെ ഇൻസ്പിറേഷനിലാണ് ഇങ്ങനെ ചെയ്തതെന്ന് താനൊന്ന് കണ്ടുപിടിക്കും. അല്ല, ഇൻസ്പിറേഷൻ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുമെന്ന് പറയുന്നത് കൊണ്ട് അങ്ങനെ ഒരാളുടെ ഇൻസ്പിറേഷനിൽ അതേപോലെ നടക്കുമെന്നുണ്ടെങ്കിൽ താൻ എന്തുകൊണ്ട് നന്നാവുന്നില്ല? തനിക്കെതിരെ എന്തോരം വീഡിയോകൾ ഓരോരുത്തരിടുന്നു, എന്തോരം നെഗറ്റീവ് കമൻറ്റുകൾ വരുന്നു, താൻ എന്തുകൊണ്ട് നന്നാവുന്നില്ല? അപ്പോൾ അതുകൊണ്ട് അവരവരുടെ കാര്യം അവരവർ നോക്ക്. എല്ലാവർക്കും അവരവരുടേതായ ഒരു വ്യക്തിത്വം ഉണ്ട്. ആ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യാൻ ആർക്കും ആരെയും അവകാശമില്ല. ഓക്കെ, അപ്പോൾ അതിനുള്ള റിപ്ലൈ കിട്ടിയല്ലോ. താൻ ഈ സമൂഹത്തിന് എന്ത് മെസ്സേജാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ ചോദിച്ച കണക്ക് ഒരു നിരാലംബയായ കുടുംബത്തിനെ മുഴുവൻ അധിക്ഷേപിക്കുക, അവരെ നെഞ്ചത്ത് ചവിട്ടി നിന്ന് വ്ലോഗ് ചെയ്ത് വീഡിയോ ചെയ്ത് റീച്ച് കൂട്ടി തൻ്റെ വീട്ടിലേക്ക് അരി മേടിക്കുക, ഒരു വിധവയായ സ്ത്രീയെ നാമാവശേഷം വലിച്ചു കീറി തുണ്ടുണ്ടാക്കുക, അവരെ എവിടെയെങ്കിലും പോയാൽ അവരെ പുറകിന് നടന്ന് ഓട്ടിച്ചിട്ട് അവരെ അങ്ങ് ഹറാസ് ചെയ്യുക, അവരെ അങ്ങ് ഇൻസൾട്ട് ചെയ്ത് അവരെ കുടുംബത്തിനെ മൊത്തം കൂടെ അങ്ങ് ആത്മഹത്യ ചെയ്താൽ താൻ എന്ത് ചെയ്യും? തൻ്റെ ഇൻസ്പിറേഷനിലാണ് അവരത് ചെയ്യുന്നത് പറഞ്ഞാൽ തനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? തൻ്റെ ഈ വീഡിയോ കണ്ട് മനന്നൊന്ന് അവരെല്ലാവരും കൂടി ചേർന്ന് ആത്മഹത്യ ചെയ്താൽ താൻ എന്ത് അതിന് ഉത്തരം പറയും? കൂടുതൽ ഇൻസ്പിറേഷൻ എന്ന് പറയില്ലേ ഒരാൾക്ക് മാത്രം. താൻ അത് ആദ്യം അനുസരിക്കുക. താൻ തൻ്റെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ട് മറ്റുള്ളവർക്ക് ഉപദേശിക്കാൻ വാ. ഇങ്ങനെ കരയാനാണെങ്കിൽ ഇറങ്ങി വീട്ടിൽ പോകണം. എന്തിനാണ് ഇങ്ങനത്തെ ഷോയിൽ വന്നിരിക്കുന്നത്? ഇനിയിപ്പോ അവനെ മിസ് ചെയ്യുന്നു, ഏട്ടായി മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇത്രയും വലിയ ഷോയിൽ വന്ന് വേറെ ഒരാളുടെ അവസരം കളഞ്ഞിട്ടുള്ളത്? അയ്യോ, ചേട്ടന്റെ ഉദ്ദേശം അതായിരുന്നു. ഈ കരയാനാണെങ്കിൽ ഈ രേണുസുതി റെന ഫാത്തിമയ്ക്ക് എന്തിനാ അതിനകത്തോട്ട് പോയത്? നല്ല കഴിവുള്ള ഒരു വ്യക്തി, മഹാനായ ഒരു വ്യക്തി പുറത്ത് നിൽക്കുന്ന ആ ഒരു ചാൻസ് നിങ്ങൾ നഷ്ടപ്പെടുത്തിയില്ലേ? കരയണ്ടടാ അതില്, നീ കരയണ്ട. ബിഗ് ബോസ് തീർന്നില്ലല്ലോ, 7 കൊണ്ട് ഇവിടെ തീരുന്നില്ലല്ലോ, ഇനി അങ്ങോട്ട് കിടക്കുമല്ലേ 8, 9, 10 ഒക്കെ. അതിൽ നിനക്ക് ചാൻസ് കിട്ടാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാം. നീ അതിനകത്ത് കയറിയിട്ട് വേണം നിന്നെ വിറ്റ് ഞങ്ങൾക്കൊന്ന് ജീവിക്കാൻ. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടടാ. നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ബിഗ് ബോസ് പോകാൻ പറ്റിയിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു. എന്തായാലും തനിക്ക് അടുത്ത പ്രാവശ്യം ബിഗ് ബോസിൽ ചാൻസ് കിട്ടിയിരിക്കും. അതിന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും. ഓക്കെ, നീ അതിലൊന്ന് കയറിയിട്ട് വേണം ഞങ്ങൾക്കൊന്ന് ജീവിക്കാൻ. സെറ്റ്. താഴെ വന്നിട്ടുള്ള കുറച്ച് കമന്റ്സ് ഞാനൊന്ന് വായിക്കാം. ഇവർ സ്കൂളിൽ തന്നെ പോകുന്നത് ഇതിനു വേണ്ടി മാത്രമാണ്. ചെയ്യുന്നുണ്ടെങ്കിൽ ഇറങ്ങിപ്പോടി. എന്തിനാ ഇങ്ങനെയുള്ള അംഗൻവാടി പിള്ളേരെയൊക്കെ? +2 കമ്മിറ്റഡ് ആയി, ഇപ്പോൾ വേറെ ഒരാളായി പിന്നെയും കമ്മിറ്റഡ് ആയി. കേട്ടിട്ട് നെഞ്ചിൽ കത്തി കുത്തുന്ന വേദന എങ്ങനെ സഹിക്കും? തിരിച്ചു ചെല്ലുമ്പോൾ അവൻ ആ പഞ്ചായത്തിൽ കാണുമോ? ആൾക്കാരൊക്കെ ഒരുപാട് സർക്കാസ്റ്റിക് ആയിട്ടാണ് കമന്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഞാൻ അല്ല അതിൽ ചേട്ടാ, താനിപ്പം ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതല്ലേ ഉള്ളു. ഈ വീഡിയോ താൻ ഇങ്ങനെ അത് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേ ഉള്ളു. ഈ വീഡിയോ താൻ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പേ തനിക്ക് കമൻറ്റുകളൊക്കെ വന്നു. അയ്യോ, അതെന്തൊരു മാജിക്കാ! കണ്ടില്ലേ എൻ്റെ ഫ്രണ്ട്സേ, കണ്ടില്ലേ? അതിലെന്ന് പറഞ്ഞ മഹാ അത്ഭുതത്തിനെ നിങ്ങൾ കണ്ടില്ലേ? ഉണരൂ സഖാക്കളെ, ഉണരൂ. കണ്ടില്ലേ അതിൻ്റെ ഒരു മാതൃക ശക്തി കണ്ടില്ലേ? അവനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ അത് അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പേ കമൻറ്റുകൾ തുരുതുരാ വന്നു തുടങ്ങി. അതിൽ എൻ്റെ പൊന്നോ, അത്ഭുതം, മഹാ അത്ഭുതം. എങ്കിൽ ഈ വീഡിയോ ഞാൻ കണ്ടിട്ട് തൻ്റെ കമൻറ്റുകൾ നോക്കിയതിൽ ഒരെണ്ണമില്ല തനിക്ക് അനുകൂലമായതും പോസിറ്റീവായിട്ടുള്ള മെസ്സേജ്. പല വീഡിയോയുടെ താഴെ ഞാൻ തൻ്റെ കമൻറ്റ് നോക്കാറുണ്ട്. അതിൽ ആദ്യം ചിലപ്പോൾ കുറേ നെഗറ്റീവ് കമൻറ്റുകളാണ്. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് ആ കമൻറ്റുകളെല്ലാം അപ്രത്യക്ഷമാവും. അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ ബുദ്ധിപൂർവ്വം ഒരു കാര്യം ചെയ്തു. തൻ്റെ ഈ വീഡിയോയുടെ കമൻറ്റ് ഫുള്ളും ഞാൻ സ്ക്രീൻ റെക്കോർഡ് എടുത്ത് വെച്ച്. എങ്ങനെ? സ്ക്രീൻ റെക്കോർഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിൻ്റെ താഴെ കൊടുക്കാൻ ലെങ്ത് കൂടുതലാണെങ്കിൽ ഞാൻ അത് മാത്രം, ആ കമൻറ്റുകൾ മാത്രമായിട്ട് ഇതിൻ്റെ അടുത്ത ഒരു വീഡിയോ ഉടനെ ഇടുന്നതായിരിക്കും. കാരണം ഈ ലെങ്ത് കൂടിയിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ താഴെ തന്നെ ആ കമൻറ്റ് ഇടുന്നതായിരിക്കും. അയ്യോ, ആ കമൻറ്റുകളൊന്ന് വായിച്ചാൽ സ്വന്തം അച്ഛൻ പോലെ സഹിക്കത്തില്ല പൊന്നേ. അല്ല, അതാണ് അത്ഭുതം. ചോക്ക് ഞാൻ ഈ പറഞ്ഞത്, ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നു. ഈ വീഡിയോ ചെയ്ത് തീരുന്നതിന് മുമ്പേ ഇത് ഇട്ട വീഡിയോയ്ക്ക് എനിക്ക് വന്ന കമൻറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് കമൻറ്റുകൾ വായിച്ച് കേൾപ്പിച്ചെന്നാൽ നിങ്ങൾ മണ്ടരാ, നിങ്ങൾ കഴുതകരാ, ഞാനെന്താ മൊണ്ണയാ? അപ്പോൾ ഞാനെന്താ മണ്ടനാ? അല്ല, ബാല ചോദിക്കുന്ന കണക്ക്. ഏയ്, അതെങ്ങനെ വരും? അതില്ലല്ലോ, അതെങ്ങനെ ശരിയാവും? ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പേ കമൻറ്റുകൾ വരിക, പോസിറ്റീവ് കമൻറ്റുകൾ വരിക. അത് ആ കമൻറ്റുകൾ ഈ വീഡിയോ ഇടുന്നതിന് മുമ്പ് കമൻറ്റുകൾ വരിക. അത് ഈ വീഡിയോയിൽ തന്നെ കാണിക്കുക. ഈസ് എ മിറാക്കിൾ. അയ്യോ, അതിലെന്ന മഹാവ്യക്തി നമോ ഭാഗം. സമ്മതിച്ചിരിക്കുന്നു ആശാനെ, തന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. താൻ എന്തോടോ കരുതിയത്? കാണുന്ന എല്ലാവരും മണ്ടരാണെന്നാ, കാണുന്ന എല്ലാവരും വിഡ്ഢികളാണെന്നാ? ഇങ്ങനെ കിഴിഞ്ഞ് നോക്കി ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിവുള്ളവർ ഉണ്ടെന്ന് മനസ്സിലാക്കിക്കോ. താൻ ഇതിന് ഉത്തരം പറ. ഈ വീഡിയോ താൻ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പേ ഇതിൻ്റെ കമൻറ്റുകൾ തൻ്റെ ബോക്സിൽ എങ്ങനെ വന്നു ഒന്ന് പറ. മാത്രം എന്തായാലും ഞാൻ ആ കമൻറ്റും കൂടെ ഒന്ന് വായിച്ചിട്ടേക്കാം. നോക്കണം, തുടക്കം മുതലേ ഉണ്ട്. ബിജു തോമസ് എന്ന് പറയുന്ന ആളാണ് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ എല്ലാവരും പേര് പറഞ്ഞ് വായിക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ കമൻറ്റ് മാത്രം ഓടിച്ചിട്ടൊന്ന് വായിക്കാം. ഇവനെ പോലെ തന്തയ്ക്കും തള്ളയ്ക്കും വിളികെട്ട ഒരു യൂട്യൂബർ ലോകത്തില്ല. ഇവൻ സ്വന്തം വീട്ടിലാണോ അതോ വേറെ വല്ല വാടക വീടും എടുത്ത് താമസമാണോ? ഇവനെ ഒന്നും വീട്ടിൽ സഹിക്കാൻ പറ്റില്ല.
നിനക്ക് എല്ലാം പെണ്ണുകസാണല്ലോ ഇൻട്രസ്റ്റ്. പണ്ട് ആരെങ്കിലും തേച്ചിട്ട് പോയോ? പെണ്ണുങ്ങളുടെ വിഷയം വരുമ്പോൾ കണ്ണും നട്ട് കാത്തിരുന്നു അതിൽ എന്തൊക്കെ കുത്തിക്കേറ്റാം എന്ന് കരുതി നോക്കിയിരിക്കുവാണല്ലോ. നമ്മളൊക്കെ ലൈവ് ഫുള്ളും കാണാറുണ്ട് കേട്ടോ. നിന്റെ കൊണയടി കേൾക്കുമ്പോൾ അറിയാം സ്ഥിരം അറിഞ്ഞിട്ടോ കണ്ടിട്ടോ അല്ല റിവ്യൂ റിയാക്ഷൻസ് എന്ന്. ഓക്കെ, അവൻ്റെ പെണ്ണ് മഞ്ജു അല്ലേ കൂതറ, ഇവനുള്ള പണി വരുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ല, അയാൾ ഇട്ട വീഡിയോയിൽ അയാൾക്ക് വന്ന കമൻറ്റുകളാണിത് ഞാൻ പറയുന്നത്. അപ്പോൾ ഒരുത്തി ചോദിക്കുന്നു ഏത് മഞ്ജു, അത് വേറെ ഒരു നാറ്റക്കേസാണ്, ബ്ലോഗർ ആണോ? യെസ്, അവിടെ വേറെ ആൾക്കാർ ഏറ്റുപിടിച്ച റിയാക്ഷൻ കമൻറ്റാണ് ഞാൻ വായിക്കുന്നത്. വെറും ഫ്രസ്ട്രേഷൻ ആണ് ഇവന്. പിന്നെ പെണ്ണു കിട്ടില്ല, ഈ പറഞ്ഞ പോലെ ആരോ തേച്ചിട്ട് പോയി. ഇത്രയും ടോക്സിക്സ് ആയ ഒരുവൻ ഉസ്താദ്മാരുടെ കോച്ചിങ് എണീറ്റ് വല്ല കൂലിപ്പണിക്കും പോടാ. അതൊരു ഞാൻ സ്ക്രീൻ റെക്കോർഡ് ഇടുന്നുണ്ടല്ലോ, കണ്ടോണ്ടിരിക്കുമല്ലേ. പിന്നെ പണിക്ക് പോയാൽ രേണുവിനെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. ഷാഷ, ആ പേര് വായിച്ചിട്ട് തന്നെ വിളിക്കാം. ഡാ താ ഡാഷ് ചെക്ക, നിന്നെക്കാളും അന്തസ്സുണ്ട് അവൾക്ക്, അതിനൊരു മെൻഷൻ. അതെ, ഇവനെ കൈകാര്യം ചെയ്തേ പറ്റൂ, ഇല്ലെങ്കിൽ കേരളത്തിൽ സ്ത്രീയായി ജനിച്ചവർക്ക് രക്ഷയില്ല. നീ പോടാ രേണു, ശ്രീ ടോയ്ലറ്റിൽ പോയാലും നീ വീഡിയോ ഇടും, നാണമില്ലാത്തവൻ. കഞ്ഞി കുടിക്കാൻ പോയി പണിയെടുക്ക് ചേർക്ക. ഇവനെ പിടിച്ച് ബിഗ് ബോസ് തീരും വരെ മെന്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യൂ, വട്ടുമൂത്ത് കിടക്കുന്നു. അതിനൊരു റിയാക്ഷൻ കമന്റും കൂടെ ഉണ്ട്. ചിരിയാണ്, ചിരി സ്മൈലി. പിന്നെ വീണ്ടും സുധാ എനിക്ക് വല്ല കൂലിപ്പണിക്കും പോടാ, ഒരു പിക്ചറാണ് ഇട്ടിരിക്കുന്നത്. അതിനൊരു കമന്റ് ഉണ്ട്. ചിരിയാണേ. ഈ നാട്ടിൽ മകൻ അമ്മയെ പീഡിപ്പിക്കുന്നു, പിഞ്ചു കുഞ്ഞുങ്ങളെ പിച്ച് ചീന്തി പീഡിപ്പിക്കുന്നു, എന്തെല്ലാം അനിഷ്ട സംഭവങ്ങൾ. ഇതൊന്നും ഈ കോപ്പൻ അറിയുന്നില്ലേ? ഇവൻ നേരത്തെ സുധിയുടെ തോളെ കയറാൻ നടക്കുന്നു. നീ ആദ്യം നിന്റെ മുഖത്തെ കാട് വെട്ടി തെളിക്കി വെച്ചിട്ട് പോ, വേറെ പണിയില്ലേ? രേണുവിന് ഒന്നാമതേ പിരിവെട്ടി നിൽക്കുക. സത്യത്തിൽ അങ്ങനെ പിരിവെട്ടി നിൽക്കുന്നവരെയാണല്ലോ ബിഗ് ബോസിന് ആവശ്യം. ഇപ്പോൾ ഫുൾ പിരിയും വിട്ട് അവളുടെ. അതെ, വിടും, അതിന് നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. ആരാണത്? ആനി എസ് വർഗീസ്. പിരിവിടും, അതിന് നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. നിനക്കുള്ള റിപ്ലൈ ആണ്. അതെ, എണീറ്റ് പോയടാ, അവൻ വന്ന് കൊണയടിക്കുന്നു. മയിരെ ഇതിൽ കിടക്കുന്നതാണ് ഞാൻ വായിച്ചു പോയി, ഫ്ലോയിലങ്ങ് വായിച്ചു പോയതാ. നീ വന്ന് സോഷ്യൽ മീഡിയയിലെ ജനങ്ങളോട് കൊണയടിച്ച് പറയുമ്പോഴേക്കും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല. എഴുന്നേറ്റ് പോടാ നാണം കെട്ടവനെ. നീ അംഗീകരിക്കണ്ട, നിന്റെ സംസാരം കേൾക്കുന്നതേ ഇഷ്ടമല്ല. അതിന്റെ താഴെ 2 റിയാക്ഷൻ കമന്റാണ്. അതെ, അറപ്പാണ്. നീ കേൾക്കണ്ട. എടാ കോപ്പേ, ഇനിയെങ്കിലും ഒന്ന് മാറ്റിപ്പിടി. നിനക്ക് എന്തിന്റെ കുഴപ്പമാ? ഒരു പണിയും ഇല്ലെങ്കിൽ പോയി ജീരകം തൊലിക്കടാ. ഇതൊക്കെയാണ് നല്ല കുടുംബത്തിൽ പിറന്നവൾ. വെച്ചിട്ട് പോടാ എന്ന് തന്നെ പറയും. താങ്ക്സ്. തന്തയ്ക്ക് വിളി കേൾക്കാൻ സുഖമാണോ? ഈ പൂവിന് ഒരു പണിയില്ലേ, നാറി നിറച്ചെറ്റ. നിനക്ക് മതിയായില്ലേടാ നാണം കെട്ട നാറി. നിന്റെ ഇഷ്ടം ആർക്ക് വേണാടാ? ഗെയിംസിന് എന്തിനാ കണ്ടന്റ്, എന്തിന് ഫുഡ് അടിക്കുക കിടക്കുക? ദാറ്റ്സ് ഓൾ. അത് തന്നെയാണ് അവളുടെ ലക്ഷ്യം. നിങ്ങൾക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. നിന്റെ വീട്ടിൽ നല്ലല്ലേ ഫുഡ് കൊണ്ട് കൊടുക്കുന്നത്. സുജി രേണു സുധിയെ കാണാനില്ല എന്ന് പലരും നിന്നോട് ചോദിക്കാൻ നീ ആരാ? അവിടെ കെട്ടിയനും. അവിടെ കെട്ടിയവൻ്റെ പേരല്ലാതെ അതിൽ എന്ന് പറയാൻ പറ്റുമോ? രേണു അതിൻ്റെ അകത്തുണ്ടേലും ഇല്ലേലും അവൾക്ക് കാശ് കിട്ടും. അവൾ നോമിനേഷനിൽ വന്നാൽ വോട്ടും കിട്ടും. ഊളെ, ഈ പരദൂഷണം പറയുന്ന സാരികയും അവിടെ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ രേണു നോമിനേഷനിൽ ഇല്ല, പുറത്തുള്ളവർ ഹൈപ്പ് കൊടുക്കാൻ. നിനക്ക് അവളെ പറ്റി അല്ലാതെ വേറെ ഒന്നും ഇല്ലേ ഊളെ? ശരിക്കും നീയും ആ ദയാച്ചുമാണ് കോപ്പേ രേണുവിൻ്റെ PR. അത് സത്യമാണ്. ഇത് ഞാൻ വായിച്ചത് ഇപ്പോഴാണ്. ഞാൻ ഈ കമന്റ് വായിച്ചിട്ട് ഞാൻ ഇതേ അഭിപ്രായം തന്നെ ഞാൻ എൻ്റെ വീഡിയോക്കകത്ത് ഇട്ടിരിക്കുന്നത്. ഇങ്ങനെ ചിന്തിക്കുന്നവരൊക്കെ ഉണ്ട് ചേട്ടാ, ഒന്ന് മനസ്സിലാക്കുക. അയ്യോ, നീ എന്ന സിയം മതി. നീ എന്ന നിന്റെ കണ്ടന്റ് മതി എന്നായിരിക്കും. വളർന്ന് വരുന്ന തലമുറ തകർന്നു പോകുന്നു. നിനക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നീ പോയി കേസ് കൊടുക്കടാ. നിനക്ക് പറ്റില്ലേ നീ കാണണ്ട ഊളെ. അവരെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കി അരി വാങ്ങിക്കാം. എന്നിട്ട് അവരെ കുറ്റവും പറയുന്നു. അത് പറഞ്ഞിരിക്കുന്നത് പ്രവീൺ മേനോനാണ് കേട്ടോ. നീ തകർക്കുമുത്തേ, പലരും പറയും നീ പൊളിക്കുക. അതെ, പൊളിയാൻ പോകുന്നത് നിന്റെ ലൈഫായിരിക്കും. പറയുന്നത് കേട്ടിട്ട് നീ പൊളിക്കും. അവനെ വിയർപ്പിന്റെ അസുഖം, പണിക്ക് പോകാൻ പറ്റില്ല. നിനക്ക് അമ്മ പെങ്ങന്മാരില്ലേ, അവരെ കുറ്റം പറ. ദയ അച്ചുവിന് ഒരു കൂട്ട് വേണമെന്ന് നീ ആകുമ്പോൾ കറക്റ്റ് മാച്ച്. എന്നിട്ട് 2 ആൾ കൂടി ഒരുമിച്ച് രേണുവിനെതിരെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കാം. കുട്ടികളും ഇല്ലല്ലോ, ആകെ 19 വയസ്സല്ലേ ഉള്ളൂ. കുട്ടി നിക്കറും ഇട്ട് ഉടുപ്പിടാതെ മിഠായി വാങ്ങാൻ പോയ കാലം നമുക്കിടയിൽ പലർക്കുമുണ്ട്. രണ, അതൊരു ഇറിറ്റേറ്റിംഗ് ആണ്. ഓക്കെ, ശരിയാണ്. പോടാ മൂങ്ങേ, പോടാ. കറക്റ്റ് പോടാ മൂങ്ങയെന്ന് ഒരാൾ. അനു ഗീത പോടാ. ഇവൻ മഹാ ഊളയാണ്, അക്കച്ചി പോടാ. ഇവനെ വായി കുറച്ച് ഷോക്ക് അടിപ്പിക്കാൻ പറ്റുമോന്ന്, ഇവനെ കൊണ്ട് കുറച്ച് ഷോക്ക് അടിപ്പിക്കാൻ പറ്റുമോന്ന്. നീ പോടാ ഊളെ, വല്ല പണിയെടുത്ത് ജീവിക്കും. മായീരാന്ന്, അത് മായീര. ചീത്ത എഴുതിയാണ്, പക്ഷെ അത് അക്ഷരം നീട്ടിയതെന്ന് ഞാൻ വായിച്ചു. അത് ഞാൻ വായിച്ചിട്ടില്ലേ എൻ്റെ പൊന്നോ. ഡാഷ് മോനെ എന്നാണ് കേട്ടാ. നിനക്ക് വേറെ ജോലിയില്ലേ? പെണ്ണുങ്ങളുടെ മാത്രം കണ്ടന്റ് എടുക്കാൻ. ബിഗ് ബോസിലാണെങ്കിലും ഉണ്ടു അവർ കുറച്ചു. നീ എന്താ മിണ്ടാത്തത്? ബിഗ് ബോസിൽ വേറെ കുറച്ച് ആളുകളുണ്ട്, അവരെ കുറിച്ച് എന്താ നീ മിണ്ടാത്തത്? ഇങ്ങനെ നാട്ടിലുള്ള പെണ്ണുങ്ങളെ വിറ്റു ജീവിക്കാതെ നിനക്ക് വീട്ടിൽ പെണ്ണുങ്ങളെ വിറ്റ് ജീവിക്കടാ. ഡാഷ് 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 ഡാഷ്. അമ്മയൊക്കെ ചേർത്താണ് ചീത്ത വിളിച്ചിരിക്കുന്നത്. ഞാൻ പറയുന്നില്ല. നീ എടുത്ത് നോക്കാം കമന്റ്. പോടാ. ഇത് ആദ്യം നീ പോയി കണ്ണാടി നോക്കാൻ.
പോയി വല്ല പണിയും നോക്കടാ ചെക്ക. നാണമില്ല നിനക്ക്. രേണുസുധിയുടെ കാര്യം പറയാം. നിനക്കുള്ളതിൽ കൂടുതൽ അന്തസ്സുണ്ട് അവൾക്ക്. രേണുവിന് വട്ടുമൂത്താണ് നടക്കുന്നത് പ്രിയ അനിൽകുമാറിന്റെ കണ്ടെത്തൽ. മഞ്ഞപ്പിടുത്തം പിടിച്ചവർ നോക്കിയിട്ട് കാണുന്നില്ല മഞ്ഞയാണ്. അതുപോട്ടെ ഞാൻ ഈ കമന്റ് ബോക്സ് നോക്കിയിട്ട് നിന്നെ തെറിവിളിക്കാത്ത 1-2 കമന്റേ ഉള്ളല്ലോ. എന്തായാലും എന്റെ നാവ് ചൊറിയുന്നുണ്ട് നിന്റെ കുണവധികാരം കേട്ടിട്ട്. പോയി പണിയെടുത്ത് ജീവിക്കൂ. പൂമാനം പൂത്തുലഞ്ഞ്. അടുത്തത് ഡാഷ് മോനെ, നീ എത്ര നെഗറ്റീവ് അടിച്ചാലും കപ്പ് രേണു കൊണ്ടുപോകും. ദൈവം അനുഗ്രഹിക്കട്ടെ. അത് പറഞ്ഞിരിക്കുന്നത് ജയപ്രകാശ്. ആര്യാനു, നിന്റെ മുഖം പോലെ വികൃതമാണ് നിന്റെ മനസ്സ്. ഡാഷ് മോനെ, പെണ്ണുങ്ങൾ വരെ പുഴുത്ത ചീത്ത വിളിക്കുന്ന എൻ്റെ പൊന്നതിലേ. എടാ ഡാഷ് മോനെ, നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേ? കളഞ്ഞിട്ട് പോടാ. ഇത് പിന്നെ ഒരു പട്ടിയുടെ ഫോട്ടോ, പിന്നെ 2-3 ഇമോജി, ഒരു ചിരി ഒക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ദയാച്ചുവിൻ്റെ ഒരു ഫോട്ടോവും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നീ പോടാ. ഒരുത്തൻ പൊളിച്ചു ബ്രോന്ന്. പൊളിക്ക്. നിനക്ക് കിട്ടുന്ന പൊളി നീ തന്നെ ഏറ്റുവാങ്ങി. പറയുന്നവരാരും വരുത്തില്ല. അപ്പം തൽക്കാലം അത്രയും കമൻ്റ് അല്ല, 167 കമൻ്റ് ഉണ്ട്. അത്രയും വായിക്കാൻ പറ്റുന്നില്ല. ആൾ കമൻറ്റ് കൊടുത്തിട്ട് അത് മോസ്റ്റ് റിലവൻറ്റ് കിടക്കുന്നു. അപ്പോൾ തൽക്കാലം അത്രയും കമൻറ്റ്, അതിലൊന്നും ഒരു പോസിറ്റീവ് ഇല്ലെന്ന് എല്ലാവരും കണ്ടേ. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ ചേട്ടൻ വീഡിയോ ഇടുന്നതിന് മുമ്പ് അത്രയും പോസിറ്റീവ് കമൻറ്റ് വന്നത്? നമ്മളൊന്ന് തിങ്ക് ചെയ്യണം. അപ്പോൾ ഈ ചേട്ടൻ്റെ അടുത്ത് ഞാൻ ചോദിച്ച ചോദ്യത്തിലുള്ള ഉത്തരം ചേട്ടൻ തന്നെ തന്നിട്ടുണ്ട്. അതാണ് ഈ വീഡിയോ. ഷെയർ ചെയ്യുക, ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യുക. ഇഷ്ടം അല്ലെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് അത് രേഖപ്പെടുത്തുക. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും താങ്ക് യു. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ ഞാനങ്ങ് മറന്നേ പോയി. ഈ ഒരു വീഡിയോ ഇച്ചിരി നമ്മുടെ മഹാനായ അതുലിന് വീണ്ടും കേസ്. അതായത് ബിഗ് ബോസിന്റെ സൈഡിൽ നിന്നും അതുലിന് ഒരു മൈല് പോവുകയാണ്. ഇനി മുതൽ നീ ബിഗ് ബോസിൽ നടക്കാത്ത കാര്യം നടന്നു എന്ന കള്ളവാർത്ത കൊടുത്തു കഴിഞ്ഞാൽ നിനക്കെതിരെ കേസ് കൊടുക്കും, നിന്റെ ചാനൽ ഇല്ലാതാക്കുമെന്നാണ് മൈല് പോയത്. ഇതെന്താണെന്ന് മനസ്സിലായോ? ബിഗ് ബോസിൽ നടക്കാത്ത സംഭവങ്ങൾ നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ഇടുന്നതിനെതിരെ ബിഗ് ബോസ് ഇവന്റെ പേർക്ക് അങ്ങാണ്ട് കേസ് കൊടുത്തെന്നാണ് പറയുന്നത്. അത് എത്രത്തോളം ശരിയാണെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. എങ്കിലും കൊച്ചിട്ട വീഡിയോ ആണ്, അതുകൊണ്ടാണ് ഞാൻ അത് മെൻഷൻ ചെയ്തിട്ടിരിക്കുന്നത്. സത്യമാണോ ഇല്ലെന്നുള്ളത് ഒന്ന് അന്വേഷിച്ചിട്ട് വന്ന് പറയാം.